ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വീട് മാറാൻ പോകുന്നു എന്നൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഷോർട്ട് വീഡിയോ അല്ല, ലോങ് വീഡിയോയിൽ ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ മേടിച്ച വീടിൻ്റെ കുറച്ച് വിശേഷങ്ങൾ എന്ന് വെച്ചാൽ നമ്മളവിടെ പോയപ്പം എടുത്ത കുറച്ച് കാര്യങ്ങൾ, പിന്നെന്താ പണി നടക്കുന്ന സമയത്തെ കുറച്ച് കാര്യങ്ങൾ, അങ്ങനെ ഒരു ക്ലിപ്പും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ കേട്ടോ ഇത്. നമ്മൾ കുറച്ച് ഫർണിച്ചർ മേടിക്കാൻ പോയ വീഡിയോനകത്തുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എല്ലാം കൂടെ മിക്സ്ഡപ്പ് ആയതുകൊണ്ട് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. പിന്നെ സാധനങ്ങൾ നോക്കാൻ പോയി ചെറിയ ഷോർട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണുമായിരിക്കും. അപ്പം അതെല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു വീഡിയോ ആണിത്. എൻ്റെ തലയും കോലമൊക്കെ കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട, കാരണം ഞാൻ കുറച്ച് പണിയിലും തിരക്കിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒട്ടും ലാഗാക്കുന്നില്ല. നമുക്ക് വേഗം വീഡിയോയിലോട്ട് തന്നെ പോകാം കേട്ടോ. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ആദ്യമേ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഇതിൻ്റെ എൻഡിങ് ഞാൻ എടുക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പം എല്ലാവരും പോയി വീഡിയോ കണ്ടിട്ട് വായോ. ഇത് നമ്മൾ പണി നടക്കുന്ന സമയത്ത് വന്നപ്പം എടുത്ത കുറച്ച് ക്ലിപ്പാണ്. കാരണം നമ്മുടെ റോഡ് പണിയൊക്കെ ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മീൻസ് നടത്താനും നടക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ ഇതാണ് നമ്മുടെ വീട് കേട്ടോ. പരിചയപ്പെടുത്തിയില്ല എന്ന് വിചാരിക്കേണ്ട. ഇതാണ് നമ്മുടെ വീട്. ഇതിൽ കുറച്ചധികം മോഡിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ വരുത്തുന്നുണ്ട്. ലാസ്റ്റ് ഒരു വീഡിയോ പോലെ ഞാൻ ഇടാം കേട്ടോ. എനിക്ക് ഇടാനായിട്ട് പറ്റുമല്ലോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് അങ്ങനെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ പണി നടക്കുന്ന സമയത്ത്, അത് സ്റ്റാർട്ടിങ്ങിൽ ഏറ്റവും ആദ്യം ഞാൻ പണി നടക്കുന്ന സമയത്ത് എടുത്ത ഭാഗമാണ്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെയൊന്നും അല്ല, ഒരുപാട് ചേഞ്ചസ് ഇതിനകത്ത് വരുത്തിയിട്ടുണ്ട്. അത് നമുക്ക് കാണാം. നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ഇട്ടാൽ മതി, ഇല്ലയെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഓക്കെ, എനിവേ നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടുമാണിത്. ഇത് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡാണ്. പിന്നെന്താ, ഭയങ്കരമായിട്ട് ഇലയും ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. നമുക്കിത് റീപെയിൻറ്റ് ചെയ്യാനുണ്ട്. വീടിൻ്റെ അകത്ത് കുറച്ച് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് പണിക്കാരെ കിട്ടാനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആദ്യമേയൊക്കെ പണിക്കാരെ വരാനൊക്കെ ആയിട്ട് ഭയങ്കര പാടായിരുന്നു. നമ്മൾ കുറേ ട്രൈ ചെയ്ത് കുറേ സമയം പറഞ്ഞൊക്കെയാണ്. അപ്പം അങ്ങനെ ഇത് എടുത്തുകൊണ്ട് പോകാനായിട്ടുള്ള അലമാരയാണ്. കാരണം ഇവിടെ അതായത് ഈ വീടിൻ്റെ ഹൗസ് ഓണറിൻ്റെ സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ അവരെടുത്തുകൊണ്ട് പോയിട്ടില്ല. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് എപ്പോഴാണ് സമയം കിട്ടുന്നതെന്ന് ഒന്നും അറിയത്തില്ല കേട്ടോ. ഞങ്ങൾക്ക് സമയം കിട്ടുന്നതനുസരിച്ച് നമ്മളിവിടെ വരും, പണി കാര്യങ്ങളൊക്കെ നോക്കും, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ഇതിൻ്റെ ആധികാരികമായിട്ട് എനിക്കിതിനെ പറ്റിയിട്ട് സംസാരിക്കാൻ അറിയത്തില്ല. ഇതിൻ്റെ റോഡ് സെറ്റാക്കുന്ന ഭാഗമായി കാണുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം സത്യം പറഞ്ഞാൽ മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊന്നിനും ഒരു രീതിയിൽ സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത്. ഈ വീഡിയോ എപ്പോഴാണ് വരുന്നതെന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടോ. വോയിസ് ഓവറൊക്കെ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് നമുക്കറിയാൻ പറ്റുമല്ലോ. മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഓരോ കാര്യങ്ങൾ ഭയങ്കര സ്ലോ ആയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം ഇടയ്ക്ക് നമ്മൾ നോക്കാൻ വന്നപ്പം കുഞ്ഞു കാര്യങ്ങൾ, ക്ലിപ്സ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക. ഈ വീഡിയോ ഒരു ദിവസത്തെ വീഡിയോ അല്ല, പല ദിവസങ്ങളായിട്ട് നമ്മൾ വന്ന സമയത്തും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടായിരുന്നു. ഹസ്ബൻഡിനാണെങ്കിൽ ലീവ് ഇല്ലാത്തതുകൊണ്ട് സൺഡേ മാത്രമാണ് നമുക്ക് വരാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ സൺഡേ വന്നപ്പം എടുത്ത വീഡിയോ ഒക്കെ ആട്ടോ ഇത്. നമ്മുടെ വണ്ടി നമ്മളവിടെ പാർക്ക് ഇട്ടേക്കുക, ഇങ്ങോട്ട് കയറ്റിക്കൊണ്ട് വരാനുള്ളൊരു ഇതില്ലല്ലോ, അതുകൊണ്ട് റോഡ് സെറ്റാക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ഇട്ടേക്കുന്നത്. അപ്പം അതങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നു. അടുത്തൊക്കെ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. നല്ലൊരു ആംബിയൻസിൽ കിട്ടിയൊരു വീടാണ്, ഭയങ്കര സന്തോഷം. ഇപ്പോഴും കുറച്ച് പണികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോഴും കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. ഇതൊരു ദിവസം രാത്രിയിൽ ഞങ്ങൾ വന്നപ്പോൾ എടുത്താൽ കേട്ടോ. റൂമിൻ്റെ അകവും കാര്യങ്ങളൊക്കെയാണ്, നമ്മൾ ബാത്റൂമിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ച ക്ലിപ്സൊക്കെ ആട്ടോ ഇത്. ഭയങ്കര ആഡംബരമായിട്ടുള്ള രീതിയിലൊന്നുമല്ല, നമുക്കൊരു സന്തോഷം. ഇത് എടുത്തു വെച്ച് പിന്നെ കാണുമ്പം ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇത് ഇരുന്നത്, അങ്ങനെ സന്തോഷത്തോടു കൂടി എടുത്തു വയ്ക്കുന്ന കേട്ടോ ഇത്. അങ്ങനെ ഇത് ഒരു റൂമാണ്. ഈ റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. ആദ്യം ബാത്റൂമിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു.
എനിക്കാണെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് ഫൈനലായിട്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആട്ടോ അത് കാണാൻ വേണ്ടിയിട്ട് എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ നടക്കണേന്നുള്ളത് കേട്ടോ. നമ്മളിത് ആദ്യമായിട്ടാണല്ലോ, അപ്പോൾ നമുക്കതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്, നമുക്കൊരു ടെൻഷൻ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ ഇങ്ങനെയാണ് വീടിൻ്റെ അകമൊക്കെ ഇങ്ങനെയാണ്. ഇനി ഇത് ഒന്ന് സെറ്റായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റും എങ്ങനെയായിരിക്കും, ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് കേട്ടോ. അപ്പോൾ പോകുന്നതിന് മുന്നേ കുഞ്ഞു കുഞ്ഞു ക്ലിപ്സൊക്കെ എടുത്ത് വയ്ക്കുകയാണ്, സന്തോഷമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. ഇത് വേറൊരു ദിവസം വന്നപ്പോൾ എടുത്ത ക്ലിപ്പാണ്. കാരണം നമ്മൾ ഫസ്റ്റ് കണ്ടപ്പോൾ നമുക്കതിന് മതിലോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മതിലിൻ്റെ പണികളൊക്കെ ഏകദേശം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ സമയത്തെടുത്ത വീഡിയോ ആട്ടോ ഇത്. അങ്ങനെ കുറേ എന്താ പറയുക, വീട് പണി നടക്കുന്നിടത്താണ്. ഞാനങ്ങനെ പകലൊന്നും വരാറില്ല, രാത്രിയിലാണ് വരാനായിട്ട് സമയം കിട്ടാറുള്ളത്. ഇന്നിപ്പം പകലിങ്ങ് പോന്നു മമ്മിയുടെ കൂടെ. മമ്മി ഉണ്ടായിരുന്നു, ഇന്ന് താഴെയുണ്ട്. അപ്പം ഇതാ നമ്മുടെ വീടിൻ്റെ വാർക്കപ്പുറമാട്ടോ ഇത്. കുറച്ച് പണികളും കൂടെ ബാക്കിയുണ്ട്. അപ്പം അതുകൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഗായ്സ്, ഞാനാണെങ്കിൽ ഇവിടെ ഇരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും ഇവിടെ, ഇടയ്ക്കിടയ്ക്ക് മാത്രം. പകൽ രാത്രിയിൽ മിക്കപ്പോഴും വരാറുണ്ട് എന്തെങ്കിലും പണിയൊക്കെ ഉണ്ടെങ്കിൽ. ഇപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പണികളൊന്നും ഇവിടെ ഇല്ല. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ക്ലീനിങ്ങിലേക്ക് കടക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പറ്റുന്നതൊക്കെ കുറച്ചായിട്ട് ചെയ്യുന്നു. നല്ല സ്ഥലമാണ് കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനിവിടെ സ്റ്റെപ്പിലിരിക്കുക. ബാക്ക്ഗ്രൗണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെയൊക്കെ ഓരോ വീടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതവിടെ ഒരു വീടിൻ്റെ തറ കെട്ടിയിട്ടിട്ടുണ്ട്. അങ്ങനത്തൊക്കെ ഓരോ വീടുകൾ. ഇപ്പം ഇനിയിപ്പം മരങ്ങളൊക്കെ മാറ്റി മൊത്തം വീടുകൾ വില്ല പോലെ ആവുമായിരിക്കും ഇവിടെയൊക്കെ. എൻ്റെ മമ്മിയാണെങ്കിൽ ആ കാണുന്ന വൈറ്റ് പെയിൻ്റ് അടിച്ച വീടില്ലേ, ആ കാണുന്ന വീട്, ആ വീട്ടിൽ പോയേക്കുക. നമ്മളിവിടെ കുറച്ച് സാധനങ്ങൾ, ഇപ്പം എന്താ പറയുക, ഗോവണി, പിന്നെ ലാഡർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആവശ്യം വരുമ്പം നമുക്ക് പെട്ടെന്ന് ഇവിടെ കിട്ടാനില്ല. അപ്പം ഞങ്ങൾ അറിയാവുന്നൊരു വീടാണ്, അമ്മയുടെ ഫ്രണ്ടിൻ്റെ വീടാണ്. അപ്പോൾ അവിടുത്തെ ചേച്ചിയുടെ അടുത്ത് അത് മേടിച്ചതായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മമ്മി പോയേക്കുക. മമ്മി വന്നിട്ട് വേണം ചോറ് കഴിക്കാൻ. എനിക്ക് വിശന്നിട്ടാണെങ്കിൽ ഒരു രക്ഷയില്ല. മമ്മി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അവിടെ രണ്ടുപേരും അനങ്ങുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ദേ നടക്കണു. കുറേ നേരമായിട്ട് ഞാൻ മമ്മീനെ വെയിറ്റ് ചെയ്തിരിക്കുക. ഇപ്പോൾ വരും ഓർത്തുകൊണ്ട്. എന്തായാലും ഇപ്പോൾ തന്നെ വരുമായിരിക്കും. വരുന്നു ഗൈസ്, ആടിപ്പാടി വരുന്നു. കുറേ നേരം അമ്മേനെ നോക്കി. എന്നാ നോക്ക്, ഓരോ സാധനം പെറുക്കിക്കൊണ്ട് വരുന്നുണ്ട്. ഫ്രണ്ട്സ് കൂടുമ്പോൾ അങ്ങനെയാണല്ലോ. സ്റ്റെയർ ഇവിടുന്ന് താഴത്തോട്ട്. അപ്പം ഇത് നമ്മുടെ ഗേറ്റിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരത് ചെയ്തതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാനാണെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇത് നമ്മൾ ബാത്റൂമിൻ്റെ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്, അതിനകത്തേക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുത്തു വെച്ച ഒരു കുഞ്ഞ് ക്ലിപ്പാട്ടോ ഇത്. നമ്മുടെ ഓവറോൾ ഒരു ലുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഓവറോൾ ലുക്ക്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ. എഡിറ്റ് ചെയ്ത് കഴിയാറായപ്പോഴാണ് ഇതിനൊരു എൻഡിങ് ഇല്ലല്ലോ എന്ന് വിചാരിച്ചത്. അപ്പം ഞാൻ എടുക്കുന്ന ഒരു എൻഡിങ് ആട്ടോ ഇത്.
വേറെ ഒന്നും വിചാരിക്കരുത്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഓട്ടത്തിലും തിരക്കിലും ഇടയിൽ എനിക്ക് വീഡിയോ ഇടാനുള്ളൊരു സമയം കിട്ടുന്നില്ലായിരുന്നു. ഷോർട്ട് വീഡിയോ ഇടുന്നുണ്ടെങ്കിലും അതങ്ങനെ റെഗുലറായിട്ടൊക്കെ പോകുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പം ഇത് ഷെയർ ചെയ്തില്ലെങ്കിൽ അതല്ലെങ്കിൽ എൻ്റെ ഒരു ചാനലിൽ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ അത് എനിക്കൊരു നഷ്ടം പോലെ കേട്ടോ തോന്നണേ. കാരണം നമ്മളെ സംബന്ധിച്ച് വലിയൊരു പ്രൗഡ് അല്ലെങ്കിൽ സന്തോഷമുള്ളൊരു മൊമെൻ്റ് അല്ലേ. അപ്പം നമ്മളത് ഷെയർ ചെയ്യുന്നത് എന്താ പറയുക വീഡിയോ കാണുന്നവർക്ക് ചിലപ്പോൾ സന്തോഷമായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കതൊരു മെമ്മറി പോലെ കാത്തു സൂക്ഷിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാട്ടോ. അപ്പോൾ എനിവേ നമ്മുടെ വീഡിയോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് കുറച്ച് ക്ലിപ്സ് ഇത്രയൊക്കെ എടുക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇടയ്ക്ക് വന്നപ്പോഴൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നു. വീടിൻ്റെ പെയിൻറ്റിങ് നടന്നു, ബാത്റൂമിൻ്റെ പണികൾ കഴിഞ്ഞു, പിന്നെന്താ പറയുക അങ്ങനെ കുറേ പണികൾ പറഞ്ഞാൽ തീരത്തില്ലാത്ത പണികൾ എല്ലാം കഴിഞ്ഞു. ഇനി ഇപ്പോഴും കുറച്ച് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ വീട്ടിലേക്ക് വെഞ്ചരിച്ച് കയറിയതിന് ശേഷമായിരിക്കും എല്ലാ വീഡിയോസും വരിക കേട്ടോ. അപ്പോൾ അതങ്ങനെയാണല്ലോ വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അതിന് ശേഷമായിരിക്കും വീഡിയോസ് വരിക. അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇനിയും കാണാനായിട്ട് നമ്മൾ നോട്ടിഫിക്കേഷൻസൊക്കെ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഒത്തിരി ലാഗാക്കുന്നില്ല. എന്തായാലും വീട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് പുറമേ നിന്ന് ഞാൻ കാണിച്ച വ്യൂ മാത്രമേ ഉള്ളൂ. എന്നാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആൻഡ് അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ.